ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ബ്രോസ്റ്റഡ് ചിക്കനാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കാര്യം. 2-3 വീഡിയോയിലായിട്ട് ഞാനും പറയുന്നുണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇന്ന് ഫൈനലി ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വേറെ അഡീഷണലായിട്ട് ചിലർ ഗാർലിക് പൗഡർ യൂസ് ചെയ്യും, ഓണിയൻ പൗഡർ യൂസ് ചെയ്യും. അങ്ങനെ ഒരു സാധനങ്ങളും യൂസ് ചെയ്യാണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കിടിലം എക്സാക്റ്റ് KFC ടേസ്റ്റ് വരുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇതങ്ങനെ അങ്ങ് മൂടി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആവുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ പാല് ബട്ടർ മിൽക്ക് ആവാനായിട്ട് മൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്കിനി വേറെ എന്തൊക്കെയാണ് സാധനം വേണ്ടതെന്ന് നോക്കാം. ഓഫ് കോഴ്സ് നമ്മുടെ ചിക്കൻ ഞാൻ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ബ്രോസ്റ്റഡിനാണെന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങനെ അവർ കട്ട് ചെയ്ത് തന്നതാണ്. സ്കിന്നോട് കൂടി എടുത്തിരിക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്കിന്നോട് കൂടി എടുക്കുന്ന ബ്രോസ്റ്റഡ് ആട്ടോ. അല്ലാതെ എടുത്താലും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ നിയർ ബൈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലടത്ത് സ്കിന്നോട് കൂടി അവർ ചെയ്ത് തരില്ല, കട്ട് ചെയ്ത് തരില്ല. അത് സ്കിന്ന് കളഞ്ഞിട്ടേ തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാതെ ചെയ്താലും മതി. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ സ്കിന്നോട് കൂടിയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും റോസ്റ്റഡ് ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് വാങ്ങാറ് കേട്ടോ. നല്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിത് ലുലുന്ന് വാങ്ങിയതാണ്. നമുക്ക് ഇത്രയും സാധനങ്ങൾ മതി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതിൽ നമ്മൾ വീട്ടിൽ ഇപ്പോൾ കണ്ടില്ലേ, വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് സ്റ്റെപ്പിലും വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇനി മൈദ, കോൺഫ്ലവർ, മുളക് പൊടി ഇത്ര മാത്രം മതി. ബ്രെഡ് ക്രംസോ ഒന്നും വേണ്ട. സോസ് പോലും ആവശ്യമില്ല. അത്രയ്ക്ക് ഇതായിട്ടാണ് ഈസി ആയിട്ട് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് ഒരു 90% എനിക്ക് KFC ബ്രോസ്റ്റഡ് ചിക്കനോട് നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഈ റെസിപ്പി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ വന്നാലും മെഗ്ഡി ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് KFCയിലെ ബ്രോസ്റ്റഡ് ചിക്കനാണ് മൈ ഫേവറേറ്റ്, പേഴ്സണൽ ഫേവറേറ്റ്. എൻ്റെ വേദനയുടെയൊക്കെ അങ്ങനെ കേട്ടോ. ഞങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ഒരു സെയിം ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നീതി പുലർത്താൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഓക്കെ ആയോ, പെർഫെക്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്യാമെന്നല്ല, ട്രൈ ചെയ്തു നന്നായിട്ടുണ്ട് എന്നുള്ള. നന്നായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴല്ലേ മറ്റുള്ളവർക്ക് കണ്ടിട്ട് ആദ്യം എല്ലാവരും കമൻസാണ് വായിക്കുന്നത് കേട്ടോ. കൊള്ളാവോ കൊള്ളില്ലേ എന്നുള്ള കമൻസാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൊള്ളാമെന്ന് കണ്ടാലല്ലേ മറ്റുള്ളവർ കണ്ടിട്ടത് ചെയ്യാൻ നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്ത ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക, നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബട്ടർ മിൽക്ക് ആവട്ടെ, അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്സ് നമുക്ക് നോക്കാവേ. ബട്ടർ മിൽക്ക് റെഡിയാണേ. 1/2 ലിറ്റർ പാലുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ പൊടികളെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക്, മുളക് പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് മാത്രം. ഇഞ്ചി, പച്ചമുളക് ഇതൊന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം കൂടി ഇടുക. ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇട്ടാൽ മതി. ഒരുപാട് ഇടരുത് ആദ്യമേ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ടോട്ടൽ 4 ടേബിൾ സ്പൂൺ വിനീഗർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക.
വെളുത്തുള്ളിയും മുളക് പൊടിയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. പെട്ടെന്നല്ല, മീൻസ് വേറെ അധികം നമ്മൾ ഒരുപാട് കിടന്ന് മെനക്കെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മീൻ ചെയ്തത് കേട്ടോ. ഇതിന് നമ്മൾ കുറച്ച് സമയം വച്ചിരിക്കണം, ഒരു മാക്സിമം ഒരു 6 hours എങ്കിലും വച്ചേക്കാം കേട്ടോ. ഞാൻ സാധാരണ ചെയ്യുന്നത് ഇന്ന് രാത്രി ഇങ്ങനെ സോക്ക് ചെയ്തത് ഇനി ഈ ചിക്കനിൽ സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സോക്ക് ചെയ്ത് വെച്ച ശേഷം ഇന്ന് രാത്രി സോക്ക് ചെയ്ത് വെച്ച ശേഷം മോർണിംഗ് ആണ് സാധാരണ ചെയ്യുന്നത്. ഇന്നലെ ഇപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ചെയ്തിട്ട് വൈകുന്നേരം ബ്രോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ ചിക്കനിലേക്ക് നമ്മളിതങ്ങോട്ട് ബട്ടർ മിൽക്കിൻ്റേത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ സോക്കായി കിടക്കണം. ഈ ചിക്കൻ ഈ ബട്ടർ മിൽക്കിൻ്റെ ഈ ഇതിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് 1.25 കിലോ കേട്ടോ. ചിക്കൻ മാത്രമായിട്ട്, വെറും തൂവലില്ലാണ്ട് വെറും ചിക്കൻ മാത്രമായിട്ട് 1.25 കിലോയുടെ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചിക്കന് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് പാൽ കുറവാണ്, ഇതുപോലെ ചിക്കൻ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നുന്നില്ല എങ്കിൽ കുറച്ച് പാലൂടെ അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മുങ്ങിക്കിടക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോറി, ഇതിലേക്കൊരു സാധനം കൂടി ഇടാനുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഓക്കെ, അത് ഞാൻ മറന്നുപോയി കേട്ടോ, സോറി. അതിട്ട് ഈ പാലിൽ നമ്മൾ മുളക് പൊടി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്യില്ലേ, അപ്പോൾ തന്നെ ഈ ബേക്കിംഗ് സോഡ കൂടെ ഇടാം കേട്ടോ. ഞാനത് മറന്നുപോയി. ഇതിപ്പോൾ ഇപ്പോഴാണ് ഞാൻ അയ്യോ എന്തോ ഒന്ന് മിസ്സായല്ലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഓർത്തത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം പാല് ഈ ചിക്കനിലേക്ക് ഒഴിക്കുക. പാലല്ല, ബട്ടർ മിൽക്ക് ഈ ചിക്കനിലേക്ക് ഒഴിക്കുക കേട്ടോ. നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ മറന്നു പോയത് കൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത് ഇതിലേക്ക് ഇട്ടത് കേട്ടോ. കുഴപ്പമില്ല, ബേക്കിംഗ് സോഡ ആയിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ആവും, പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും എത്തണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഒരുപാട് ബേക്കിംഗ് സോഡയൊന്നും ഇടരുതേ, ഒരു 1/4 ടീസ്പൂണ്, വളരെ കുറച്ചിട്ടാൽ മതി. എന്തായാലും മിക്സ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിടുമ്പോൾ ആദ്യമേ ഇടണം കേട്ടോ, മറന്നു പോകരുതേ. ഐ എം വെരി സോറി. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടിയിട്ടുള്ളത് പാലിൽ ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഞാൻ വൈകുന്നേരം എടുക്കത്തുള്ളൂ. അപ്പോൾ അതുവരേക്കും നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ അതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ചിക്കനിൽ ഇതെല്ലാം പിടിച്ചിരിക്കും കേട്ടോ. മുളകും എല്ലാം കൂടി പിടിച്ചിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കറക്റ്റ് സെറ്റിൽ അതൊക്കെ എത്തും കേട്ടോ. അപ്പം നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ട്. ഇനി ഞാൻ വൈകുന്നേരം എടുക്കത്തുള്ളൂ, ഒരു 4 മണി. ഇപ്പോൾ ഞാനൊരു 9 മണിക്കാണിത് ഫ്രിഡ്ജിൽ കയറ്റി ചെയ്തത് കേട്ടോ. ഇനി ഒരു 4 മണി, 3:30-4 മണി അതിനുള്ളിൽ ഞാൻ എടുക്കും. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അതൊന്ന് സെറ്റായി വരട്ടെ. ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ രാത്രി നിങ്ങൾ ചെയ്തിട്ട് രാവിലെ ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാ സമയമെങ്കിൽ രാവിലെ ചെയ്തിട്ട് വൈകിട്ട് എടുക്കുക. എന്തായാലും ഇത്രയും സമയം, കുറച്ച് സമയം നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. മാക്സിമം സമയം വെച്ചിരിക്കുക. ചിക്കൻ അങ്ങനെ ഒരു 6 hours ഫ്രിഡ്ജിലിരുന്നു. വേദക്കുട്ടി എത്തിയിട്ടുണ്ട്. വേദയാണ് എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിലിരുന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 3 മണിയായി. കൊതിച്ചിപ്പാറു വേദ ബാക്കിൽ നിൽക്കുന്നു, ഞാനും കൊതിയായിട്ട് നിൽക്കുകയാണ്, അത് വേറെ കാര്യം. ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം ഒന്നുകൂടെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. മിക്സ് ഓൾറെഡി ചെയ്ത് വെച്ചേക്കണം. ഒന്നുകൂടെ നമുക്ക് എടുക്കുന്നതിന് മുന്നേ ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ടെൻഡറായി വന്നിട്ടുണ്ട് കേട്ടോ. അതിനാണ് ഇതിൽ സോക്ക് ചെയ്ത് വയ്ക്കുന്നത്. ഇതിൻ്റെ മസാലയെല്ലാം ഇതിലൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതിലോട്ടൊന്ന് മാറ്റാവേ ചിക്കൻ. ഈ പീസ് കുറച്ച് വലുതായി കേട്ടോ, അതൊന്നുകൂടെ കട്ട് ചെയ്യായിരുന്നു, ഞാനും ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഓരോ പീസായിട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാവും. വേദക്കുട്ടിക്ക് കഴിക്കാം, എനിക്ക് കഴിക്കാം. അടുത്ത് നമ്മൾ ഈ ബട്ടർ മിൽക്കിൻ്റെ മിക്സിലേക്ക്
ഒരു 1/2 കപ്പ് മൈദ. ഇത് 1 കപ്പൊന്നും 1/2 കപ്പൊന്നും വരില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ 2 കപ്പ് ഇട്ടത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത് ഞാൻ അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ്. 3 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ കോൺഫ്ലോർ. കുറച്ച് ഉപ്പ്, നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ മാവിലല്ലല്ലോ, ആ ബട്ടർ മിൽക്കിൽ ഉപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശകലം ഉപ്പ് മതിയേ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ ശകലം മൈദ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വേദയ്ക്ക് മിക്സ് ചെയ്യണോ? എന്നോട് വേദ നേരത്തെ പറയുന്നു, വേദയ്ക്ക് മിക്സ് ചെയ്യണം പ്ലീസ് അമ്മ, എനിക്ക് മിക്സ് ചെയ്യാൻ സമയം തരണേ എന്ന് പറഞ്ഞു. വേദയെ കൊണ്ട് മിക്സ് ചെയ്യിപ്പിക്കാവേ. വേദയ്ക്ക് ലിപ്സ്റ്റിക്ക് ശകലം ആവായിരുന്നു. പൊട്ട് വെച്ചില്ല എന്ന് വേദ. നല്ലതായിട്ട് മിക്സ് ചെയ്യ്. പെട്ടെന്ന് KFC ബ്രോസ്റ്റഡ് കഴിക്കണ്ടേ? ഓ, അത് സ്പീഡ് കൂടിയപ്പോൾ. നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഉണ്ടയോ ഒന്നുമില്ലാണ്ട് നല്ല കറക്റ്റ് ലൂസായിട്ട് എടുക്കാവേ. അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. അതിൽ വെളുത്തുള്ളിയുടെയൊക്കെ ഇത് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണേ. 1/2 കപ്പ് മൈദയാണ് ഇടേണ്ടത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കില്ലേ ബാറ്റർ, അതിനെക്കാട്ടി ശകലം കൂടി ഒന്ന് ലൂസായിട്ട് എടുക്കുക കേട്ടോ. ആ ബാറ്റർ റെഡിയായി. അതിവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ നമ്മുടെ മൈദ ഇടുക. വീണ്ടും ഒരു കപ്പ് മൈദ ഇടണേ. ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ബ്രെഡ് ക്രംസോ ഒന്നും വേണ്ട, മൈദയിലാണ് നമ്മൾ കോട്ട് ചെയ്തിടുന്നത്. എന്നിട്ട് എരിവ് ആവശ്യത്തിന് 1 ടീസ്പൂൺ, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ. കാശ്മീരി ചില്ലി ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കാശ്മീരി ചില്ലി അല്ല, അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇട്ടത്. ആ കോട്ടിങ്ങിന് ആവശ്യമുള്ള ഉപ്പ് ഒരുപാട് വേണ്ട, നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടി, മൈദ, ഉപ്പ്. ഇത് ഞാൻ ആദ്യം കുറച്ച്, ഇത്രയും ചിക്കൻ ഇത്രയല്ല, കുറച്ചുകൂടെ വേണ്ടി വരും. പക്ഷെ ഇത്രയും മാത്രം എടുത്തെന്തെന്നോ, ഈ നനവുള്ള ചിക്കൻ നമ്മളിതിൽ കോട്ട് ചെയ്യാനായിട്ട് ഇടുമ്പോൾ ഈ മാവ് പിന്നീട് അത് ഉണ്ട കിട്ടും, കുഴഞ്ഞു പോവും. അപ്പോൾ പിന്നെ ആ മാവ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇത്രയും മതി. ഇത് കഴിയുമ്പോൾ അടുത്ത് വീണ്ടും മാവ് ഇതുപോലെ എടുക്കാം. അല്ലാതെ ഒരുമിച്ച് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ കോട്ടിങ്ങിൽ മുക്കിയിട്ട് ഇതിലേക്ക് മുക്കുമ്പോൾ നനവായിട്ട് അത് ഉണ്ട കിട്ടും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറേശ്ശെ നമുക്ക് എടുക്കാം കേട്ടോ. ഒരുമിച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷേ ആ മാവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം. ചട്ടി അടുപ്പത്ത് വയ്ക്കുക. നല്ല കുഴിവുള്ളൊരു പാത്രം വയ്ക്കുക. വച്ച ശേഷം ഞാൻ ഒഴിക്കുന്നത് പാം ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഞാൻ ഇതുവരെയും ഇത് കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒഴിക്കുന്നത് പാം ഓയിലാണ്. ചിലർ കുക്കറിലൊക്കെ വെച്ച് ചെയ്യും, എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും അതൊന്നും നമുക്ക് കറക്റ്റല്ല. ഞാൻ പാം ഓയിലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളും ദയവ് ചെയ്ത് പാം ഓയിൽ എടുക്കാം. മാക്സിമം പാം ഓയിൽ എടുക്കാൻ നോക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. എനിക്കറിയില്ല സൺഫ്ലവർ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിച്ചത്. ഞാൻ സൺഫ്ലവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഈ പാം ഓയിൽ ഉപയോഗിച്ചാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്താൽ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുന്നു. ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വേണമെങ്കിൽ പാം ഓയിൽ തന്നെ എടുക്കുക. ഓക്കെ, ആ ഓയിൽ ഒരു 1/2 ലിറ്റർ ഉണ്ട് കേട്ടോ. അത് ഫുള്ള് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നിറച്ച ഓയിലുണ്ടെങ്കിലേ നല്ല മുങ്ങി കിടക്കത്തുള്ളൂ. എണ്ണ ചൂടാവുന്ന സമയം നമുക്ക് നമ്മുടെ ഓരോ പീസ് ചിക്കനായിട്ട് എടുക്കുക. ഒരു പീസ് ചിക്കൻ എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഇതിലേക്ക് ഡിപ്പ് ചെയ്യുക. എന്ത് ചെയ്യുക വേദ? ഡിപ്പ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നന്നായിട്ട് നമ്മുടെ കോൺഫ്ലോർ മൈദ മിക്സിൽ മുക്കിയെടുക്കുക. എവിടെയൊക്കെ നനവുണ്ടെന്ന് തോന്നുന്നു അവിടെയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടിങ്ങനെ അകത്തോട്ടൊക്കെ ഇങ്ങനെ തോന്നും നമുക്ക്. അപ്പോൾ അതിനൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതവിടെ ഇരിക്കട്ടെ. നേരത്തെ കൂട്ടിയൊന്നും ഇത് ചെയ്യരുത്. എണ്ണ ചൂടാക്കാൻ വയ്ക്കുമ്പോഴേ ഈ പരിപാടികളെല്ലാം ഇത് പുറത്തെടുക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ ഇരുന്ന് പിന്നീട് എണ്ണ കുടിക്കും, ഒരുപാട് എണ്ണയൊക്കെ ചിക്കൻ കുടിക്കും. അതുകൊണ്ട് സമയമാകുമ്പോൾ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാവൂ. നമുക്ക് വീണ്ടും ഒരു പീസ് കൂടെ എടുക്കാം. ഇത് കുറച്ച് വലിയ പീസായിപ്പോയി.
ഈ പീസ് ആർക്കാണ്? എനിക്ക്. ആർക്ക്? വേദാ മനോജിനോ? ഇത് ശ്രീകുട്ടിക്ക്. കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ഇടുമ്പോൾ ആ മൈദയിൽ ആ നനവടിച്ചിട്ടേ ഉണ്ട കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് മൈദ മുക്കി കോട്ടിങ് നല്ല രീതിയിൽ കൊടുക്കുക. നമ്മുടെ KFC ബ്രോസ്റ്റഡ് ചിക്കൻ വേണ്ടേ? നിമിഷങ്ങൾ മാത്രം അല്ലേ വേദ? എന്നാൽ ചൂടാവുന്നുണ്ട്. അപ്പം 3 പീസ് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് കോട്ട് ചെയ്തെല്ലാം വച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇടുവാണ്. വേദക്കുട്ടി കുറച്ച് വലിയ പീസായിപ്പോയി. ഒരുപാട് കുത്തി നിറച്ചിടണ്ട കേട്ടോ, ഇങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ അത് പുറം ഭാഗം കരിഞ്ഞു പോവും, അകം വേവത്തുമില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കുക. മണം വരുന്നുണ്ട്. വേദ അവിടെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. നല്ല മണം വരുന്നുണ്ടല്ലേ? ഒരു പീസ് കൂടെ ഇടായിരുന്നു കേട്ടോ, ഒരു പീസ് കൂടെ ഇടായിരുന്നു. വലിയ പീസ് ഡി, ഒരു പീസ് കൂടെ ഇടായിരുന്നു കേട്ടോ. ഇനി ഇടണ്ട, ഇനി അത് രണ്ട് ഇതായി പോകും. ഒരു പീസ് കൂടെ ഇടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ബൗളൊക്കെ എടുത്തിട്ട് വാ വറുത്ത് കോരി വയ്ക്കാൻ. നല്ല ചൂടെണ്ണയിലാണ് ഞാൻ ഇട്ടത്. അത് ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം, ചിക്കൻ ഇട്ട ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഭയങ്കര വലിയ പീസടാ, വലിയ പീസാണ്ട് അമ്മ കഴിക്കാം. പിന്നെ തണുത്താലല്ലേ കഴിക്കാൻ പറ്റൂ. പൊന്നു, KFC, മെക്ഡി, ചിക്കൻ ഇങ്ങനെയൊക്കെ ഉള്ള ബ്രാൻഡിൽ ഏത് ബ്രോസ്റ്റഡാണ് ഏറ്റവും ഇഷ്ടം? KFC. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് KFC ആണ്. വേറെ അടുത്ത് പോയി കഴിച്ചാൽ ആ ഒരു ഇത് വരില്ല. ആ KFCയുടെ ടേസ്റ്റ് അമ്മ ഉണ്ടാക്കണം ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടോ? നമുക്ക് KFC പെർഫെക്റ്റ് പറ്റില്ല, എങ്കിലും 90% ഇതില്ലേ. ആ അത്രയ്ക്കൊക്കെ ഉണ്ട്. ചൂടോടെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. സെയിം. ഇതേ നമ്മുടെ ചിക്കൻ കിടന്ന് വെന്ത് മറിയാട്ടോ. ബ്രോസ്റ്റഡ് കിടന്ന് വെന്ത് മറിയാണേ. കണ്ടോ, KFCയിലൊക്കെ കിട്ടുന്ന ആ ഒരു ഇത് കണ്ടില്ലേ? ടൈപ്പ് ആ ഒരു പുറം ഭാഗം, അതാണ് ഞാൻ മീൻ ചെയ്തത്. ആയിട്ടുണ്ടേ. ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറം ഭാഗം കരിഞ്ഞും പോവും, അകം ഭാഗം വേവത്തുമില്ല. എടുക്കാം, വലിയ പീസ് തന്നെ എടുക്കാം. അതവിടെ നിന്ന് തണുക്കട്ടെ. നമുക്ക് അടുത്ത പീസ് ചിക്കൻ വീണ്ടും മുക്കി ഇതിലേക്ക് ഇട്ട് മാവ് എടുക്കേണ്ടി വരും. ഇതിപ്പോൾ മാക്സിമം ഉള്ളത് നമുക്ക് ഇതിലേക്ക് ഈ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, അതാ കണ്ടോ ഉണ്ട കെട്ടുന്നത്, അങ്ങനെ ഉണ്ട കെട്ടിപ്പോകും. അതുകൊണ്ടാണ് വേദയുടെ ലെഗ് പീസ് നമ്മുടെ കോൺഫ്ലവറിലേക്കൊക്കെ മിക്സ് ചെയ്യാം. കോൺഫ്ലവർ, മൈദ.
അതിലൊക്കെ മിക്സ് ചെയ്യാം. വേദയുടെ ഫേവറേറ്റ് ആട്ടോ ചിക്കൻ ലെഗ്. എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ ലെഗ്. എന്താ അത് വേവാത്ത പോലെ തോന്നും എനിക്ക്. വാഷിംഗ് മെഷീൻ അടിച്ചു. അങ്ങനെ നമുക്ക് എല്ലാ പീസും എല്ലാം അല്ല ഇനി 2 പീസ് കൂടെ ഇതിലേക്ക് ഇടാവേ. ഞാൻ പറഞ്ഞില്ലേ ഉണ്ട കിട്ടുമെന്ന് കണ്ടോ. അപ്പോൾ ഇത് ഈ വലിയ നല്ല നനഞ്ഞതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും കുറച്ച് മൈദയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട്, മൈദ വേറെ എൻ്റെ ഉണ്ട് കേട്ടോ, ഇത് ഈ ബോട്ടിലിരുന്ന തീർന്നു, ഇനി വേറെ പൊട്ടിക്കാനിരിക്കുന്നു. ആ മൈദ കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടിയുടെ ഇട്ട് നേരത്തെ നമ്മൾ എടുത്ത പോലെ വീണ്ടും എടുക്കുക. അത് തീരുമ്പോൾ വീണ്ടും എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ട കെട്ടിപ്പോവും. അതുകൊണ്ടാണേ. കുറച്ച് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് നമുക്ക് ബാക്കി ഇത്രയും കൂടെ വറുത്തെടുത്ത ശേഷം കാണാം. അതുവരെ വേദക്കുട്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പം നമ്മുടെ ചിക്കനും തണുക്കും. ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും അപ്പോഴേക്കും തണുക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. റോസ്റ്റഡ് ചിക്കൻ റെഡി. ഇതേ നമ്മുടെ KFC എന്നൊക്കെ കിട്ടുന്ന സ്റ്റൈലില്ലേ, മുരുമുരാന്ന് അതിൻ്റെയൊക്കെ കോട്ടിങ്ങും. ഇതേ പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഓൾമോസ്റ്റ് ഒരു 90% കാണുമ്പോൾ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇനി കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വേദയും ഞാനിവിടെ കഴിച്ചിട്ട് പറയാവേ. എങ്ങനെയുണ്ട് സംഭവം? കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം വേദ പഠിക്കാനായിട്ടൊക്കെ പോയിരുന്നു. ചിക്കൻ റെഡി. എടുത്തോ. ലെഗ് പീസ് ചൂടാന്ന് തോന്നുന്നു. ഈ പീസാണെങ്കിൽ ചൂടില്ല. ഇതൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാം. വേണോ? വച്ചുതരാം. അത് കഴിച്ചു നോക്ക്. എനിക്കിവിടെ തന്നെ ആ പീസ് കടിച്ചിട്ട് അത് മാത്രമേ ഉള്ളൂ തണുത്തത്, അതുകൊണ്ടാണ്. ഇങ്ങനെയാണോ ഒരു വീഡിയോയ്ക്ക് നീ കൊള്ളാമെന്ന് പറയണത്? സൂപ്പർ. ഇതിൽ സോസ് മുക്കി കഴിയും. സോസ് വേണ്ടേ? നല്ല സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. KFCയിൽ പോയി മാത്രം കഴിക്കുന്നവർ, അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ കടയിൽ പോയി മാത്രം കഴിക്കുന്നവർ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ. റോസ്റ്റഡ് കഴിക്കുന്നതുകൊണ്ടൊന്നും മിണ്ടാനൊന്നും തോന്നുന്നില്ല കേട്ടോ. വേറെ ഫുൾ ബിസി, സംസാരിക്കാനൊന്നും നേരമില്ല. നല്ല അടിപൊളി ടേസ്റ്റ്. ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ. അതെല്ലാം വീഡിയോ എടുക്കുന്നോണ്ടേ ആക്രാന്തത്തോടെ കഴിക്കാൻ പറ്റുന്നില്ലല്ലേ. അപ്പോൾ സംഭവം കിടിലായിട്ടുണ്ട്. വാങ്ങി കഴിക്കുന്നവർ ഇത് മസ്റ്റായിട്ട് വീട്ടിലൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കുക. കൊള്ളാം, അടിപൊളിയാണ്. വേദയ്ക്ക് ഇതൊന്നും പറയാനുള്ള നേരമൊന്നുമില്ല കേട്ടോ. പോയിരുന്ന് കഴിക്കണം. വീഡിയോ കഴിഞ്ഞിട്ട് വേണം സമാധാനത്തോടെ പോയിരുന്ന് കടിച്ച് വലിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരുപാട് ദിവസത്തെ ആഗ്രഹത്തിന് ശേഷം വേദയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ.